ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ റമദാനിൽ നമ്മൾ ജോലികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഒരു കിടിലൻ റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടു വെക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മൾ നൈസ് പത്തിരി, കണ്ണുവെച്ച പത്തിരി ഒക്കെ അല്ലേ, കോഴിക്കോടിൻ്റെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള കണ്ണുവെച്ച പത്തിരി, ഇതെല്ലാം നമുക്ക് ഫ്രീസ് ചെയ്തിട്ട്, കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഒരു മാസത്തോളം ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇഫ്താറിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ നേരത്തെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് 2 ദിവസം മുമ്പേ തന്നെ നമുക്ക് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കണ്ണുവെച്ചോത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ മൈദ എടുക്കുക, അല്ലെങ്കിൽ മുഴുവൻ ഗോതമ്പ് പൊടിയോ, അങ്ങനെ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 1/2 കിലോ മൈദപ്പൊടിയും 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതാ ഒരു 2 ടീസ്പൂൺ നെയ്യ്, ഏത് നെയ്യായാലും കുഴപ്പമില്ല, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഭയങ്കര ടേസ്റ്റുള്ള ഐറ്റമാണ് കേട്ടത്. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണേ. പിന്നെ നമ്മളിതിൻ്റെ റെസിപ്പി മാത്രമല്ല, ഇതെങ്ങനെയാണ് നമ്മൾ ഫ്രീസ് ചെയ്ത്, അതായത് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മാസത്തോളം നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആ ഒരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നമ്മളെ പുയ്യാപ്പിളമാരൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, സ്പെഷ്യലൊക്കെ ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൽ ഫ്രീസ് ചെയ്തതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇതാ ചപ്പാത്തിക്കൊക്കെ കൊടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് ഞാനൊന്ന് കുഴച്ചിട്ടുണ്ട്. സാധാ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് ഒന്ന് ഒരു 10 അപ്പം തന്നെ ഉണ്ടാക്കുക, പക്ഷേ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് നല്ല മാവ് ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാനൊരു 10-15 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മാവ് ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് പരത്തുന്നതും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ബോൾസ് ആക്കുന്നത് ചപ്പാത്തീൻ്റെ ബോൾസ് ഇല്ലേ, ആ ഒരു രീതിയിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. അതായത് നമ്മൾ പൂരിക്കെടുക്കുമ്പോൾ ചപ്പാത്തീൻ്റെ അത്രയും വലുപ്പത്തിൽ എടുക്കൂലല്ലോ, കുറച്ചൊന്ന് ചെറുപ്പാക്കല്ലേ ചെയ്യുന്നത്, അത്രയും പോരാട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഒരു ബോൾസ് തന്നെ നമ്മൾ ഇതിലേക്കും എടുക്കണം. ഇതിപ്പോൾ നമുക്ക് ഒരു കിലോ ഒക്കെ, ഇപ്പം ഞാൻ 1 കിലോ പൊടി എടുത്തല്ലോ, അതായത് ഗോതമ്പ് പൊടി അരയും മൈദപ്പൊടി അരയും ഒക്കെ എടുത്തില്ലേ. അപ്പോൾ 1 കിലോയിലേക്ക് എനിക്കിത് കിട്ടുന്നത് 20 അതായത് പത്തിരിയാണ് നമുക്കിതിൽ കിട്ടുക. 20 കണ്ണുവെച്ച പത്തിരിയാണ് നമുക്കിതിൽ കിട്ടുക കേട്ടോ. അതായത് 1 കിലോയിലേക്ക്, 1/2 കിലോയിലേക്ക് നമുക്ക് 10 എണ്ണം അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഇത് ഒരാൾക്ക് ഒരു രണ്ടെണ്ണമൊക്കെ ആണ് കേട്ടോ. നന്നായിട്ട് കഴിക്കുന്ന ആൾക്ക് ഒരു 3 അല്ലാണ്ട് ഇപ്പോൾ എനിക്കൊക്കെ കഴിക്കാൻ പറ്റുന്നത് ഒരു 2 കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് വയറ് ഫില്ലാവും. നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇതിനുണ്ടാവുക. അപ്പോൾ ഞാൻ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കണം. ഞാൻ ചപ്പാത്തീൻ്റെ ആ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്, എല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് പരത്തി നോക്കാം. അപ്പോൾ ഇതാ കയ്യിലിട്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ കുറച്ച് പൊടി എടുത്തിട്ട്, അതായത് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങനെ ഐസാക്കി എടുക്കരുത്, ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ ആദ്യത്തെ പരത്തിൽ നമ്മൾ ആ ഒരു രീതിയിൽ എടുക്കുക. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മാത്രമല്ല ഒട്ടും ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണ്. കാര്യം നിങ്ങൾ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുമ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടിപ്പോയാൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ചുകൂടെ പൊടി ഇട്ടിട്ടൊന്ന് ടൈറ്റാക്കി അതായത് നമ്മളെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നാലും സോഫ്റ്റ് കുറയൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. ഇത് കണ്ടോ, അത്യാവശ്യം കട്ടിയുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന അതിൻ്റെ ഒരു കട്ടിയുണ്ടാവും. നേർമയാക്കിയിട്ട് ആദ്യം തന്നെ പരത്തുമ്പോൾ നല്ല നേർത്തതാക്കിയിട്ട് പരത്തിയെടുത്ത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഹാർഡായി പോകും.
അതിൻ്റെ ഉള്ളിൽ ആ ലെയറൊന്നും കിട്ടില്ല, കുറച്ചുകൂടി ഒരു ഹാർഡായിട്ട് പോകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു ഓയിൽ ഒന്ന് ഡ്രോപ്പാക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. കാരണം ഇതിൽ നമ്മൾ പൊറോട്ടയ്ക്ക് ചെയ്യുന്നത് പോലെ ലെയറായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ഓയിലൊന്നും ആക്കുന്നില്ല, കുറച്ചാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഒലിക്കുന്ന രീതിയിലൊന്നും ഓയിലാക്കി കൊടുക്കരുത് കേട്ടോ. ഓയിലോ നെയ്യോ എന്താ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി കൊടുത്തോ. ഞാൻ മാവ് കുഴക്കുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് നെയ്യൊന്നും വേണ്ട, ഓയിൽ അവോയ്ഡ് ചെയ്യാനാണ്, മാക്സിമം അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഓരോ മടക്കിലും നമ്മൾ ഓരോ ഭാഗം ഫോൾഡ് ചെയ്യുമ്പോഴും അവിടെ 1-2 ഡ്രോപ്പ് ഓയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഓയിൽ ആവണം കേട്ടോ, എന്നാൽ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ തിരിച്ചിങ്ങോട്ട് ഞാൻ പറയുന്നതിനേക്കാൾ വീഡിയോ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ തിരിച്ചിങ്ങോട്ടേക്കും ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ തന്നെ ഒരു 4 ഭാഗത്തുനിന്ന് മടക്കി ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കുക. അവിടെയും ഇതാ ജസ്റ്റ് ഒന്ന് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ ഭാഗം കൂടെ തിരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് വേണ്ട ഇതുപോലെ, കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെറുതായി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതുപോലെ ഇങ്ങനെ സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്നും ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 4 മൂലയും ഇങ്ങനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ തന്നെ വീഡിയോ കാണുന്ന പോലെ ചെയ്യുക കേട്ടോ. അതുപോലെ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് പരത്തണം ഇനി ഇത്, അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആ ഫോൾഡ് ചെയ്ത ആ ഭാഗമല്ലേ അത് താഴോട്ടേക്ക്, അതായത് ആ ലെയറുള്ള ഭാഗം താഴോട്ടേക്ക് വെച്ചിട്ട് വേണം നമ്മൾ പരത്താൻ. കാര്യം അത് തിരിച്ചും പരത്താം, പക്ഷേ ആ ഒരു ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടാനും പരത്താൻ കുറച്ചുകൂടി ഈസി ആവുക ഇങ്ങനെ പരത്തിയാലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പരത്തിയെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് പൊടിയിട്ട് പരത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ പരത്തിയാൽ മതി, ഇല്ലെങ്കിൽ പൊടിയിട്ട് പരത്തേണ്ട കാര്യമൊന്നുമില്ല. ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരുപാട് നൈസാക്കിയിട്ടൊന്നും എടുക്കുന്നില്ല. ഇത് നമുക്ക് ഷേപ്പ് വേണ്ടത് ഇങ്ങനെ ചതുരത്തിലുള്ള ഷേപ്പാണ് കേട്ടോ, അല്ലാണ്ട് റൗണ്ട് ആക്കരുത്, ഒരുപാട് നീളത്തിൽ അങ്ങനെയും പോകരുത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ പരത്തുന്ന സമയത്ത് ആ ഒരു സ്ക്വയർ കണക്കാക്കിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കട്ടെ. പെട്ടെന്ന് തന്നെ കഴിയും, ഒരുപാടൊന്നും പരത്തേണ്ട കാര്യമില്ല. നമ്മളെ ഇപ്പോൾ പരത്തി കഴിയുമ്പോൾ എൻ്റെ ഒരു കൈ ഫുള്ള് അത്രേ ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു കനത്തിൽ വേണം നമ്മൾ പരത്താൻ. ഒരുപാട് നേരത്തതാക്കിയിട്ടാക്കി കൊടുക്കരുത്, ഒരുപാട് കട്ടിയാക്കരുത്. എന്നാലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ലെയറും കാര്യങ്ങളൊക്കെ ഫോമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ പരത്തിക്കായിട്ട് ഇത്രയും മതി കേട്ടോ. അതിൻ്റെ ആ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ആ ലെയർ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ ലെയർ ഇങ്ങനെ നമ്മൾ പൊറോട്ടയൊക്കെ പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. നല്ല ഈസിയാണ് കേട്ടോ, ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് നമുക്ക് എന്താ പറയുക, ഇഫ്താർ പാർട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെയുള്ള കുറേ ഐറ്റംസ് നമുക്ക് ഫുഡ് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഇങ്ങനത്തതൊക്കെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഈസിയാണ്. ഇപ്പോഴേ ചെയ്യുക. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് നിങ്ങൾക്ക് ചെയ്തിട്ട് കുറച്ച് അളവിൽ ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ദിവസം ഒരു 2 മണിക്കൂർ മുമ്പ് ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടൊന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. പൊരിക്കാൻ സമയത്ത് പൊരിക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് അത് നോർമൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഓയിൽ ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഓപ്ഷണലാണ്, അങ്ങനെ ചെയ്യുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഉടനെ തന്നെ ഇത് നല്ല ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ. അത് എണ്ണ നല്ല ചൂടായാലാണ് അങ്ങനെ വരിക. ഇല്ലെങ്കിൽ എണ്ണ കുടിച്ച് പൊങ്ങി കിട്ടാതെ ആ ലെയറൊന്നും ഫോം ചെയ്തിട്ട് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്കത് ഫുള്ളായിട്ട് ചുട്ടെടുക്കാൻ. പെട്ടെന്ന് തന്നെ അത് കണ്ടില്ലേ ഇങ്ങനെ ആയിട്ട് വരും. നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് താനെ തന്നെ പൊങ്ങി വന്നോളും. തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, കാരണം നമ്മളിത് ഹൈ ഫ്ലെയിമിലാണ് ആക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് 2 ഭാഗം ആകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് പിന്നെ ഇങ്ങനെ അല്ലാതെ നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഓയിലൊന്നും ചേർത്ത് ഇതുപോലെ പൂരി പോലെ ആക്കിയെടുക്കുക. അല്ലാതെ പാനിൽ നമ്മൾ
ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇത് ചുട്ടെടുക്കുക. കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുത്തിട്ടും ഇത് കഴിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഒന്നുകൂടെ കുറച്ചുകൂടി ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഇതിന് തന്നെയാണ്. ഇഫ്താറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കമീറ അതൊക്കെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിന് ഇഫ്താറിൻ്റെ സമയത്ത്. ഇപ്രാവശ്യം ഈ ഒരു ഐറ്റം ഇരിക്കട്ടെ, നിങ്ങളെ പുയ്യാപ്പിളമാരൊക്കെ വരുമ്പോൾ നല്ല ധൈര്യമായിട്ട് ഉണ്ടായിക്കോളൂ കേട്ടോ. ഒന്നും ഫ്ലോപ്പ് ആവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരളവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾ പാർട്ടിയിലേക്കും ഉണ്ടാക്കിക്കോ. നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാ കറീൻ്റെ കൂടെയും, അതായത് നമ്മൾ പൊറോട്ടയ്ക്ക് ഉപയോഗിക്കുന്ന കറികളില്ലേ, ഫിഷ്, ചിക്കൻ, ബീഫ് വരട്ട്, ബീഫ് കറി, അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോകട്ടെ. അടിപൊളി ടേസ്റ്റാണ്. ഫ്ലോപ്പ് ആവുമെന്നുള്ള പേടിയേ വേണ്ട കേട്ടോ. കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈസി വേർഷൻ എന്നും കൂടെ പറഞ്ഞുതരാം. ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇങ്ങനെയാണ്. പിന്നെ ഒന്നുകൂടെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഞാനിപ്പോൾ കുഴൽ വെച്ചിട്ട് പൊടിയിട്ടിട്ട് പരത്തിയില്ലേ, അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് പ്രസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ്സിൽ. എന്നിട്ട് ഓയിലാക്കി കൊടുത്തിട്ട് നമ്മൾ 4 ഭാഗം ഫോൾഡ് ചെയ്തില്ലേ, അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ വീണ്ടും പ്രസ് കൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെയും ചെയ്തെടുത്താലും കിട്ടും. പക്ഷേ ഒന്നുകൂടെ നല്ല ലെയറും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. പുറം അത്യാവശ്യം ക്രിസ്പി ആയിട്ട് കുറച്ച് നേരം ഇതിങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. ഈ ബോൾ പോലെ തന്നെ നമുക്ക് നിൽക്കും. ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കാണട്ടെ. ഇതുള്ളത് അടിപൊളി ടേസ്റ്റുമാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞില്ലേ ഇത് ഫ്രീസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റുമെന്ന്, അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നിട്ട് ഇത്രയും മൊത്തത്തിൽ ചെയ്തെടുക്കാൻ 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അത്രയും സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് മൊത്തം ഫ്രീസറിൽ വെക്കാൻ ആ ഒരു പാകത്തിന് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡുകൾ മാത്രം പാന് നന്നായിട്ട് ചൂടായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡുകൾ മാത്രം ഒന്ന് വെച്ച് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും കളറൊന്നും വരരുത് കേട്ടോ. മുരിഞ്ഞ പോലെ ഒന്നും ആയി പോകരുത്. ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് ഫ്രോസൺ ചപ്പാത്തിയൊക്കെ കിട്ടുന്നില്ലേ, ഹാഫ് കുക്കായിട്ട് ഒന്ന് വാടിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ, അതിൽ അടയാളമൊന്നും വരില്ലല്ലോ. ആ ഒരു ടൈപ്പിലാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ. ഈ ഒന്ന് ഇട്ട് കൊടുക്കുക. സെക്കൻഡുകൾ വെച്ചിട്ട് വേഗം തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ലോ ഫ്ലെയിമിലൊന്നും വെക്കരുത്. പാന് നന്നായിട്ട് ചൂടാവും വേണം. ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാം ചെയ്തെടുക്കുക. പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. പിന്നെ നമുക്ക് ഒന്നിച്ച് തവയിൽ 3-4 ഒക്കെ ആക്കിയിട്ട് നമുക്ക് സൗകര്യത്തിനനുസരിച്ചും ചെയ്തെടുക്കാം. വേഗം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. 2 ഭാഗവും 3-4 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി കേട്ടോ. പാന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഫ്രീസ് ചെയ്ത് 1 മാസം വരെ ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൽ കൂടുതലൊന്നും നമ്മൾ ഫുഡ് ഐറ്റംസ് ഫ്രീസറിലൊന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പെടുത്ത് പുറത്ത് വെക്കുക. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ദിവസം രാവിലെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചോ. അതായത് നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്, മാറിപ്പോകരുത്. ഫ്രീസറിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഫ്രീസറിൽ നിന്ന് നമ്മൾക്ക് ഇപ്പോൾ ഇന്നലെ ഞാൻ ഇന്നാണ് ഞാനത് ഉണ്ടാക്കി വെച്ചു, ഫ്രീസ് ചെയ്യാൻ വെച്ചു. അതായത് 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിക്കുക. ഇന്നിപ്പോൾ എനിക്ക് വൈകുന്നേരത്തിൽ വേണം. അപ്പോൾ ഇന്ന് രാവിലെ ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നാലും അത് നമ്മൾ ചൂടുന്ന സമയത്ത് നല്ല കറക്റ്റ് ആ ഫ്രീസിൽ നിന്നൊക്കെ മാറി നല്ല കറക്റ്റായിട്ട് കിട്ടട്ടെ. എന്നിട്ട് ചൂടുന്ന സമയത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഫ്ലോപ്പായിട്ട് പോകില്ല. ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഫ്ലോപ്പായി പോകുന്നുള്ള പേടി വേണ്ട. ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കാം. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലെണ്ണം നമ്മൾ ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ചുട്ടെടുത്തു എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു സിബ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ആക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത് വന്നതിന് ശേഷം നമുക്കിതാ ഇതിൽ കൊള്ളുന്നത് അത്രയും വെക്കാം. ഒന്ന് ചുരുട്ടിയിട്ടോ മടക്കിയിട്ടോ അങ്ങനെയൊന്നും വെക്കരുത് കേട്ടോ. നേരെ തന്നെ ചപ്പാത്തിയൊക്കെ വെക്കുന്ന പോലെ തന്നെ നേരെ തന്നെ ആക്കിയിട്ട് വെക്കാം.
ഇതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഓരോ റോളുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കുബൂസ് ഇല്ലേ, കുബൂസ് ഇതുപോലെ ജസ്റ്റ് വാട്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിലും അങ്ങനെ തന്നെ ജസ്റ്റ് വാട്ടിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇത് എന്താ പിന്നെ ചപ്പാത്തി അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ പോരെ എന്ന് പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കിയത് വീണ്ടും വീണ്ടും എടുത്തിട്ട് ചൂടാക്കുന്നതിനേക്കാൾ നല്ലത് ജസ്റ്റ് വാട്ടി വെച്ചിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ്, നല്ല പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ്, നല്ല ഫ്രഷ് ചപ്പാത്തി നമുക്ക് അപ്പം കഴിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതല്ലേ ഒന്നുകൂടെ നല്ലത്. അതും ഇങ്ങനെ ചെയ്യാം, ഇതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സിബ്ലോ കവറിൽ മൊത്തം ഇങ്ങനെ 2 ഭാഗത്തായിട്ട് വെച്ചതുകൊണ്ട് മൊത്തം ഇതിൽ തന്നെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ലോക്കാക്കിയിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. നിങ്ങൾ സിബ്ലോ കവറിൽ അല്ലെങ്കിൽ ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, ഞാൻ പറഞ്ഞല്ലോ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നന്നായിട്ട് വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുക കേട്ടോ. ഇത് നിങ്ങൾ മാറിപ്പോകരുത്, ഫ്രിഡ്ജിലല്ല ഞാൻ വെക്കുന്നത്, ഫ്രീസറിലാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയില്ലേ അടുത്ത നമ്മളൊരു ടിപ്പ് നോക്കാം. ഇത് നൈസ് പത്തിരിക്ക് ഞാൻ പച്ചരിപ്പൊടി വാട്ടിയെടുത്തിട്ട് കുഴച്ച് ഉരുട്ടി ബോളാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് നൈസ് പത്തിരിയും ഇതുപോലെ ഒരു മാസത്തിനൊന്നല്ല, ഒരാഴ്ചകളിലെ നൈസ് പത്തിരി നമുക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ ഒന്നും കൂടെ യൂസ്ഫുൾ ആവുക കുട്ടികളുള്ളവർ, ചെറിയ കുട്ടികളുള്ളവർക്കും അവർക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് പണികളൊന്നും തീർക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ അവർ സമയമുള്ള സമയത്ത് കുറച്ച് സമയം കിട്ടുമ്പോൾ അവർ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് എന്താ പറയുക, ഹോട്ടൽ ഫുഡിനെ ഒന്നും ആശ്രയിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും ഇതൊക്കെ ഒന്നുകൂടെ അവർക്ക് ഒന്നുകൂടെ എളുപ്പമാവും കേട്ടോ. അവരുള്ള സമയത്ത്, ലീവുള്ള സമയത്ത് ഇങ്ങനത്തൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ നൈസ് പത്തിരീൻ്റെ ബോൾസ്, നമ്മൾ നൈസ് പത്തിരീൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നൈസ് പത്തിരിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ജംഷി റെസിപ്പീസ് പ്ലസ് നൈസ് പത്തിരി നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്നുമില്ല, പ്രസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പത്തിരിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് ബോൾസ് ആക്കിയിട്ട് പരത്തി, ഇപ്പോൾ പൊടിയിട്ടിട്ട് പരത്തി എടുക്കുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെ പരത്തി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പരത്തി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ പരത്തി എടുക്കലില്ല, ഞാൻ പ്രസ്സിൽ ജസ്റ്റ് കുറച്ചൊരു എണ്ണമയം ആക്കിയിട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കും കേട്ടോ. ഒരു 4-5 ബോൾസിന് ഒന്ന് തടവി കൊടുക്കും പ്രസ്സിലൊരു പ്രാവശ്യം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയുക, പേപ്പർ പോലത്തെ പത്തിരി നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ സാധാ പോലെ നിങ്ങൾ പരത്തിയിട്ടാണെങ്കിൽ പൊടിയിട്ട് പരത്തണം കേട്ടോ. എന്തായാലും പൊടിയിടണം, അല്ലാത്ത പത്തിരി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. ഇതാണ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ടാണ് ഞാൻ പ്രസ് ചെയ്തിട്ട് ഇതാ ഇനിയിപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്, പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലിട്ടിട്ട് നമ്മൾ പൊടി തട്ടിയെടുക്കൂലേ പത്തിരി, അതുപോലെ ഒരുപാട് പൊടിയാക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു പേരിന് പൊടിയാക്കിയിട്ട് അവിടെ ഇവിടെയും 2 ഭാഗവും ഒന്ന് തട്ടിയിട്ടെടുക്കുക. ഇനി അതുപോലെ തന്നെ വട്ടത്തിലുള്ള ഒരു ബോക്സ് എടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ പത്തിരി കൊള്ളാതെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കയറി നിൽക്കുന്ന അങ്ങനത്തെ ഒന്നും എടുക്കരുത് കേട്ടോ. വക്കൽ തട്ടുന്ന അങ്ങനത്തെ എടുക്കരുത്. കുറച്ച് വൈഡായിട്ടുള്ള ബോക്സ് തന്നെ എടുക്കുക. എന്നിട്ട് അതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പത്തിരി പൊട്ടിപ്പോകുന്ന രീതിയിലൊന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ, കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പൊടി കേട്ടോ, ഒരു പേരിന് പൊടി തട്ടുന്നേ ഉള്ളൂ. പൊടി മാക്സിമം കുറക്കുന്നതാണ് കേട്ടോ നല്ലത്, അപ്പോഴാണ് നല്ല സോഫ്റ്റ് പത്തിരി നമുക്ക് കിട്ടുക. അങ്ങനെ നമ്മൾ എല്ലാ പത്തിരിയും ഇതുപോലെ പൊടി തട്ടിയിട്ട് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് വെക്കുന്നത് ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്കാണ് നമ്മളിത് വെക്കുന്നത്. ഒരാഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ചുടുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ് എടുത്തിട്ടൊന്ന് പുറത്ത് വെച്ചാൽ മതി. ഡയറക്റ്റ് ചുട്ടാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു തണുപ്പ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 10-15 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ട് സാധാരണ നമ്മൾ പത്തിരി ചുടുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാം. ഞാനത് കാണിച്ചു തരാം, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നല്ല പൊങ്ങി വരുന്ന നല്ല സാധാ പത്തിരി പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഒരുപാട് പണികൾ ഈസിയാവും. ഞാനിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇഫ്താർ പാർട്ടിയൊക്കെ വരില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് എല്ലാ ഫുഡും ഒരുമിച്ച് ഉണ്ടാക്കേണ്ട അവസ്ഥ വരുമ്പോൾ പത്തിരിയൊക്കെ ഒരു 2 ദിവസം മുമ്പ് നമ്മൾ പണി തീർത്ത് പരത്തി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വൈകുന്നേരം എടുത്തിട്ട് ചൂടാനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ.
പിന്നെ നൈസ് പത്തിരി ചൂടുന്നത് നമ്മൾ ആ റെസിപ്പിയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നൈസ് പത്തിരിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒന്നുമില്ല, നന്നായിട്ട് ചൂടായ പാനിലേക്ക്, ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പത്തിരി ആയാലും അല്ലെങ്കിലൊക്കെ ഇങ്ങനെ തന്നെയാണ്, നന്നായിട്ട് ചൂടായ പാനിലിട്ടിട്ട് വേണം പത്തിരി ചൂടാൻ. ഇട്ട് അപ്പം തന്നെ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് കൂടെ ആവി വരുന്നത് കാണാം. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അപ്പട് എല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് സമയം അവിടെ വെക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബബിൾസ് താഴ്ന്ന് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്താൽ അപ്പം തന്നെ നമ്മളൊന്നും ചെയ്യേണ്ട, നല്ല ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ. നമ്മളെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടും. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പത്തിരി തവേൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു പത്തിരി തവേൻ്റെ ബ്രാൻഡ് ഏതാണ്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം ഇതിൽ കാണുന്നില്ല കേട്ടോ. കുറേ വർഷമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ബ്രാൻഡ് നെയിം കാണാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരാത്തത്. ഇപ്പോൾ ഇങ്ങനത്തെ പത്തിരി തവ എല്ലായിടത്തും ഉണ്ട്, നല്ല തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ പത്തിരിത്തവ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ അടുപ്പിൽ വെച്ചിട്ട് വേണം. ബർണർ ചെറുതായിരിക്കും, ചെറുതിലാണെങ്കിൽ പറ്റൂല കേട്ടോ. വലിയ ബർണറിൽ വെച്ചിട്ട് വേണം ഇത് ചുടാൻ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഫ്ലെയിം വരണം. അപ്പോൾ 4 പത്തിരി നല്ല ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. 4 5 ഒക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മളെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണോന്നോ ഒന്നും പറയില്ല കേട്ടോ. നമ്മൾ അപ്പം ഉണ്ടാക്കിയ പത്തിരി പോലെ തന്നെ നമ്മളെ സോഫ്റ്റ് പത്തിരിയാണ് നമുക്ക് കിട്ടുക. ഇത് കണ്ടോ, ഞാൻ ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾ പരത്തി ഉണ്ടാക്കുന്ന ആ ഒരു പത്തിരി ഇങ്ങനെ എടുത്തു വെച്ചാലും മതി കേട്ടോ. ഇനി ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കി വെക്കുന്ന റൈറ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി സെപ്പറേറ്റ് പേസ്റ്റാക്കി വെക്കുകയാണ്, വെളുത്തുള്ളി സെപ്പറേറ്റ് പേസ്റ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നോമ്പിനായാലും അല്ലാത്തപ്പോഴായാലും ഒക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന റൈറ്റാണ് അല്ലേ. അപ്പോൾ ഇതാ വെളുത്തുള്ളി കഴുകി ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അത് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതാക്കിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണെല്ലാം. ഇത് ഇല്ലാതെ ഇനിയിപ്പോൾ ഓയിൽ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ കാരണം എനിക്ക് കുറേ നാൾ കിട്ടും കേട്ടോ. ഇത് കാര്യം ഞാൻ വെളുത്തുള്ളി അല്ലാണ്ടും എടുത്തു വെക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് നാൾ എനിക്ക് കിട്ടും. ഞാൻ എല്ലാത്തിനൊന്നും ഈ പേസ്റ്റ് യൂസ് ചെയ്യലില്ല കേട്ടോ, ചില കാര്യങ്ങൾക്കേ ഞാൻ പേസ്റ്റ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് കുറേ നാൾ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വെക്കുന്നതിനേക്കാളും ഇരട്ടി നമുക്കിത് കേടാവാതെ ഇരിക്കും. അതുകൊണ്ടാണ് ഓയിൽ ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് പച്ചവെള്ളം ചേർത്തിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ നോമ്പിനേക്ക് മാത്രമാണ് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇഞ്ചിയും അതുപോലെ തന്നെ കേട്ടോ. ഉപ്പ് കാര്യങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ അതും പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ ജാറിൽ ഇട്ട് കൊടുത്തു, പക്ഷേ കുറച്ച് പീസസ് കിടന്നപ്പോൾ ഞാൻ ചെറിയ ജാറിലേക്ക് ഇട്ടോ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാണ്. ഇത് നമ്മൾ എടുത്ത് വെക്കേണ്ടത്, ഞാൻ എടുത്ത് വെക്കുന്നത് ഫ്രീസറിലാണ് കേട്ടോ. കാര്യം ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസമോ കളർ വ്യത്യാസമോ ഒന്നും വരില്ല. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് 2 മിനിറ്റ് ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു 5 മിനിറ്റ് പുറത്തെടുത്ത് വെച്ചാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് അതിങ്ങനെ ജസ്റ്റ് മെൽറ്റായി വരും. എന്നിട്ട് സ്പൂൺ വെച്ചിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ യൂസ് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ എടുത്ത് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എനിക്ക് കുറച്ച് നാളൊക്കെ ഇരിക്കുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് അല്ലെങ്കിൽ കേടാവുന്നതിൻ്റെ ഒരു ഇതൊക്കെ വരലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രീസർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയായി. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അല്ലാത്ത രീതിയിലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന്. പേസ്റ്റ് ചിക്കൻ പൊരിക്കാൻ, മീൻ പൊരിക്കാൻ, അങ്ങനത്തെ ചില ഐറ്റംസിനാട്ടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ അല്ലാതെ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ബോക്സിൽ ഇതിപ്പോൾ ഇതാ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഫ്രീസറിലേക്ക് എടുത്ത് വെക്കും ചെറിയ ഉള്ളി. ഇതിപ്പോൾ ചെറിയ ഉള്ളി എൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടത്, കണ്ടോ. ചെറിയ ഉള്ളിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി ഇഞ്ചി ഞാൻ ചിരകി എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഇത് കളയൂലേ, തൊലി, അത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസ് ഇതുപോലെ. അപ്പോൾ നമുക്കൊരു ഫിഷ് കറിക്കൊക്കെ എടുക്കണമെങ്കിൽ ചെറിയ പീസ് അങ്ങ് എടുത്താൽ മതി. ഇതിപ്പോൾ കട്ടയായിട്ടൊന്നും പോകില്ല കേട്ടോ. അങ്ങനെ നമുക്കിങ്ങനെ പെറുക്കി എടുക്കാൻ തന്നെ പറ്റും ഫ്രീസായാലും. അതുകൊണ്ടാണ് ഇങ്ങനെ പീസ് ആക്കിയിട്ട് ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒരു 2 പീസ് എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ബിരിയാണിയിലേക്കുള്ളതായി അങ്ങനെ ഒരു അളവ് വെച്ച് നമുക്ക് എടുത്താലും മതി. അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ ഇങ്ങനെയാണ് കുറേ യൂസ് ചെയ്യുന്നത് കേട്ടോ. വെളുത്തുള്ളി ഈ ഒരു ബോക്സിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ട് വെക്കുന്നത്. ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് വെക്കാത്തത്. അതെന്തായാലും അതും കൂടെ ചെയ്യും. ഈ ബോക്സ് ഞാൻ മൊത്തം ഫില്ലാക്കും കേട്ടോ. ഇത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാലും ഞാനിപ്പോൾ ഇട്ട് കൊടുത്തില്ലേ, ഇതുപോലെ വെളുത്തുള്ളി നിൽക്കും, ഇഞ്ചി ഇപ്പുറത്ത് നിൽക്കും, അപ്പുറത്ത് ചുവന്നുള്ളി നിൽക്കും കേട്ടോ. നമുക്കിങ്ങനെ പെറുക്കി എടുക്കാൻ
വെള്ളം തന്നെ കിട്ടുകയും ചെയ്യും. അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്ന് ഇഞ്ചിയാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ഒക്കെ എടുത്തിട്ട് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കരുത്. നമ്മൾ ആവശ്യമുള്ള അപ്പം മാത്രം നമ്മൾ ഇതിൽ നിന്ന് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട്, അതായത് ടാപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അപ്പം തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വെള്ളത്തിൽ ഇട്ട് വെക്കരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇതാ കുറച്ച് സവാള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊന്നും റമദാനിലേക്ക് മാത്രമായിട്ടല്ല, എപ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ഐറ്റമാണ്. തൊലി കളഞ്ഞിട്ട്, കഴുകൂല, തൊലി കളഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സിബ്ലോ കവറിലോ അല്ലെങ്കിൽ സാധാ ഒരു കവറിലോ കെട്ടിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ. എയർ ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ എടുത്ത് വെക്കാൻ. ഞാനിപ്പോൾ ഇതാ കവറിൽ ഇങ്ങനെ കെട്ടിയിട്ടാണ് എടുത്ത് വെക്കുന്നത്. വെറുതെ വെക്കരുത് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനത്തും ആ ഒരു സ്മെല്ല് കിട്ടും. അങ്ങനെ വെക്കരുത്. എയർ ടൈറ്റ് ആയിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഇങ്ങനെ ചെയ്താൽ എത്ര സവാള ഇതിൽ നിന്ന് എടുത്ത് അരിഞ്ഞാൽ നമ്മുടെ കണ്ണെരിയോ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് എടുത്ത് വെക്കുന്നത് തന്നെ. ഇനി നമ്മൾ ചിക്കനൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ വെള്ളം ഒഴിക്കാതെ ഡ്രൈ ആക്കിയിട്ട് എടുത്ത് വെക്കരുത് കേട്ടോ. കാര്യം ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ അത് ഫ്രീസ് ആവാൻ വേണ്ടിയിട്ട് അതിൽ നിന്നുള്ള വെള്ളം കൂടെ വലിച്ചിട്ട് അതിനെ ഡ്രൈ ആക്കി മാറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ചിക്കൻ്റെ നഖയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻ ഓരോ ദിവസത്തെ ചെറിയ ബോക്സിലേക്കാക്കി മാറ്റിയിട്ട് വെള്ളം നഖയ്ക്ക് ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ ചിക്കൻ നമ്മൾ വെക്കുന്ന സമയത്തുള്ള ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമ്മൾ എന്നാണോ എടുക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അത് മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ ഒരിക്കലും മസാല പെരക്കിയിട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെയോ ചിക്കന് വെക്കരുത് കേട്ടോ. ഒരിക്കലും മസാല പെരക്കിയിട്ടൊക്കെ വെച്ചാൽ നമുക്കിങ്ങനെ ചണ്ടി ചിക്കനാട്ടോ കിട്ടുക. ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരപ്രദമാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തുതന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇതുപോലെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അതിൽ ചെയ്തത് കുറേ എണ്ണം ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടുതൽ ടിപ്സും കാര്യങ്ങളും, നമ്മൾ ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ഒനിയനൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുന്നത്, അങ്ങനത്തെ കുറച്ച് തേങ്ങ ചിരകി വെക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.